ടോൾസ് ടീച്ചറെ, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഇപ്പൊ കാണുന്നുണ്ടോ ഇവിടെ എനിക്ക്? ആ, ഇനി മത്സരം തുടങ്ങുമ്പോ ഹരം മൂത്തിട്ട് എന്റെ മുന്നിലോട്ട് കയറി നിൽക്കാതിരുന്നാ മതി. ഈ ഒരു പെമ്പറന്നോളയും കൊണ്ട് തോറ്റല മനുഷ്യൻ. ഒരു മനുഷ്യനും നിക്കപ്പുറത്തും കൊടുക്കൂലല്ലോ. എന്ത് സ്വഭാവം ഇവിടെ എന്റേത്? തങ്കി ടീച്ചറെ, നമുക്ക് തുടങ്ങാം. ഓക്കേ, എല്ലാവരും റെഡി അല്ലേ? റെഡി, 1 2 3 സ്റ്റാർട്ട്. മണിക്കുട്ടി ഓട്, നിന്നെക്കൊണ്ട് പറ്റും. പെട്ടെന്ന് പെട്ടെന്നോട്, ആ രണ്ടെണ്ണത്തിനെയും തോൽപ്പിക്ക്. പാർക്കുഞ്ഞമ്മേ ഓട് ഓട്, മണിച്ചേച്ചിനെ തോൽപ്പിക്ക്. പിള്ളേരെ പെട്ടെന്ന് പെട്ടെന്ന്, ആരാണ് ആദ്യം അവിടെ എത്തുന്നത് അവരാണ് വിജയി. തങ്കി ടീച്ചർ, ഇന്ന് നിങ്ങൾ ആ വരിയിൽ പോയിട്ട് ഓടേ. ഇന്ന് പിന്നെ ഫസ്റ്റ് കിട്ടുന്നത് തങ്കി ടീച്ചർക്കാകാരം. കുട്ടികളൊക്കെ തോറ്റ് തുന്നം പാടും. മൂന്ന് മിടുക്കി കുട്ടികൾ, 3 പേരും ഒരേപോലെ ജയിച്ചിരിക്കുന്നു. ഇനിയും ഇവരിൽ നിന്നും ആരാണ് വിജയിയെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഇനിയാണ് കടുത്ത ഗെയിം. തങ്കി ടീച്ചറുടെ ഒരു പ്രോത്സാഹനം കൊണ്ട് മാത്രാണ് ഒരു 3 ആളും ജയിച്ചത്. അമ്മാതിരി ഓട്ടല്ലേ ഇവിടെ കടന്ന് ഓടുന്നത്. ഓടാതെ നിൽക്കുന്ന മനുഷ്യന്മാർക്കും കൂടി ഒന്ന് ഓടാൻ തോന്നുന്നു. അതാണ് കൊച്ചു ടീച്ചറെ, ഈ തങ്കി ടീച്ചറെ. എന്റെ കുട്ടികൾക്ക് ഞാൻ തന്നെയാണ് കാണിച്ചു കൊടുക്കുന്നത് ഓട്ട മത്സരം. എന്നെ പോലൊരു ടീച്ചർ ഉണ്ടെങ്കിൽ എല്ലാ സ്റ്റുഡൻസും മിടുക്കരായി വളരും. ശരിയല്ലേ? പറയൂ കൂട്ടുകാരെ, നിങ്ങൾക്ക് എന്നെ പോലെ ടീച്ചർ വേണമെന്ന് ആഗ്രഹമില്ലേ? ആഗ്രഹമുള്ളവർ പെട്ടെന്ന് കമന്റ് ചെയ്യൂ. അത്രക്കൊക്കെ വേണോ ടീച്ചറെ? വേണമെന്ന്. ഓൾക്കും ആഗ്രഹം ഉണ്ടാവൂലേ എന്നെ പോലെ ടീച്ചർ അവരുടെ സ്കൂളിൽ വേണമെന്ന്? തങ്കി ടീച്ചറെ, കല്ലുവിന് വേണം. കണ്ടോ, കല്ലു മോൾക്ക് കൂടി തങ്കി ടീച്ചറെ വേണം. അപ്പൊ പിന്നെ വേറെയുള്ള കുട്ടികളുടെ കാര്യം പറയണോ? അവർക്ക് എന്തായാലും എന്നെ വേണ്ടി വരും. വേണമെങ്കിൽ പെട്ടെന്ന് കമന്റ് ചെയ്യണേ. ഞാൻ നിങ്ങളുടെ സ്കൂളിലേക്ക് വരുത്തുന്നതാണ്. ഹോ, ഒരു നാശം. അങ്ങനെയെങ്കിലും ഈ സ്കൂളിൽ നിന്നും ഒന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു. ഒരു തങ്കി ടീച്ചർ അത്രേ, തങ്കി ടീച്ചർ. എന്താ, എന്തെങ്കിലും പിറവിറുത്തായിരുന്നോ മാഡം? ഏയ്, ഞാനോ? നോ. പിറവിറുത്ത് ടീച്ചറെ, ഞാൻ കേട്ടതാ. നോ. പോ പെണ്ണേ അവിടുന്ന്, കള്ളം പറയാതെ. ഞാനൊന്നും പറഞ്ഞില്ലല്ലോ അതിന്. സാരമില്ല കല്ലുമോളെ, ബുദ്ധിയില്ലാത്തവർ പലതും പറയും. നമ്മളതൊന്നും ചെവിടോർത്തുകൂടാ. അല്ലേ കല്ലു? ഇതിന്റെ ചെവിക്ക് എന്തൊരു ശക്തിയാണ്. അപ്പൊ കുട്ടികളെ, 3 പേരും ഇങ്ങോട്ട് വന്നേ. ഇനി അടുത്തതായി മത്സരിക്കാൻ പോകുന്നത് ആരൊക്കെയാണെന്ന് കേൾക്കണ്ടേ? അടുത്തതായി മത്സരിക്കാൻ പോകുന്നത് അപ്പു, ഡുണ്ടു, സുൽഫിക്കർ. ഇവിടെ വന്ന് നിൽക്കൂ. ദേ മുത്തേ. എന്താ മണിക്കുട്ടി? ദേ, നീ എങ്ങാനും അടുത്ത മത്സരത്തിന് എന്നെ തോൽപ്പിച്ചാ ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. വീട്ടിൽ ചെല്ലട്ടെ, എന്നിട്ടാണ് ബാക്കി. മണിക്കുട്ടി, നീ എന്താണ് പറയുന്നത്? പിന്നെ മുത്തോടിയ മുത്ത് ജയിക്കില്ലേ? മത്സരത്തിൽ അങ്ങനെയൊന്നും പറയുന്നത് ശരിയല്ല. ഈ കാര്യത്തിൽ നീ ഇടപെടണ്ട. ഇത് ഞങ്ങളുടെ വീട്ടിലെ കാര്യമാണ്. ഇത് ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് തീർത്തോളാം. അറിയാതെ നിനക്ക് മമ്മിയെ? വീട്ടിൽ പോയാൽ നിനക്ക് എണ്ണത്തിന് കിട്ടിക്കോളും. നിന്റെ സഹായത്തിന് ആരും ഉണ്ടാവില്ല. മനസ്സിലാക്കിക്കോ നീ. ഞാൻ മണിക്കുട്ടിയുടെ മുന്നിലേക്ക് കടക്കില്ല, പോരെ? പക്ഷേ ഞാൻ തോറ്റാൽ ഈ പാറക്കുട്ടി ഒരിക്കലും ജയിക്കരുത്. നീ അവളെ തോൽപ്പിച്ചിരിക്കണം, കേട്ടല്ലോ? മണിക്കുട്ടി പറഞ്ഞതുപോലെ ചെയ്തോളാം. 3 പേരും ഇങ്ങോട്ട് നീ
നമ്മുടെ ചൂട് പിടിച്ച മത്സരം ആരംഭിക്കുകയാണ്. മത്സരം മുറുകിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും കുട്ടികൾ മത്സരിച്ചിട്ട് അതിലിനി വിജയികളായ കുട്ടികൾ വെറും 6 പേർ. അതിൽ നിന്നും വിജയിയായി ഒരാളെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് നമുക്ക്. ആ കുട്ടി ആരാണെന്ന് നമുക്ക് കണ്ടറിയാം. തുടങ്ങിക്കോ. റെഡി 1 2 3 സ്റ്റാർട്ട്. ഡുണ്ടു വേഗോട്. അപ്പൂനെ സുൽഫിക്കറിനെ തോൽപ്പിക്ക്. നീ തന്നെ ജയിക്കണം. ഓട്ടമത്സരം നെയ്യുമ്പക്കിന് തങ്കി ടീച്ചർ വേലിഞ്ഞ് ഒട്ടുട്ടോ. ആ പെണ്ണിപ്പോ ഫസ്റ്റ് തോന്നുന്നു. ഞാനൊന്ന് സ്വന്തം എന്തെന്ന് രാവിലെ ചെന്നിട്ടാവോ. ഡുണ്ടു ജയിച്ചേ. സുൽഫിക്കറും അപ്പും തോറ്റു. തോറ്റ സുൽഫിക്കറും അപ്പും അതേ സ്പീഡിൽ ബാക്കിലേക്ക് ഓടി വന്നോളൂ. എടാ അപ്പു, നമുക്ക് കപ്പ് കിട്ടില്ല. സാരമില്ല സുൽഫിക്കറെ, നമുക്ക് അടുത്ത ഓട്ടമത്സരത്തിൽ നോക്കാം. ഇതുവരെ എത്തിയില്ലേ സുൽഫിക്കറെ? സാരമില്ല, അങ്ങോട്ട് പോരെ. കപ്പ് ഞാൻ കൊണ്ടുപോകും. അപ്പൊ നമുക്ക് ഒന്നിച്ച് കപ്പ് പിടിച്ചു പോകാം. സങ്കടപ്പെടേണ്ട കൂട്ടുകാരെ, ഒരാൾക്കല്ലേ എന്തായാലും വിജയിക്കാൻ പറ്റുള്ളൂ. മറ്റുള്ള കുട്ടികൾ നിരാശപ്പെടരുത്. ഓക്കേ? ഇനി എന്റെ മണിക്കുട്ടി കൂടി ജയിക്കണം. എന്റെ മണിക്കുട്ടിക്ക് തന്നെ ആ കപ്പ് കിട്ടണം.